ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവേഷ്ടം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവകൃപയിലൂടെയുള്ള ഈ യാത്ര എന്ന ഈ സീരീസിൽ നമ്മൾ പുറപ്പാട് പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട മോശ സ്വന്തം കരുത്തിലൊരു മിസ്രൈമിനെ അടിച്ചുകൊല്ലുന്നത് നാം കാണുന്നു. മോശ ശക്തനായിരുന്നു, പക്ഷേ ആ ശക്തി കൊണ്ട് ഒരു ജനതയെ മുഴുവൻ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ശത്രുക്കളെ സ്വന്തം കൈക്കരുത്തി തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരായുസ് മുഴുവൻ മതിയാകില്ല. എന്നാൽ 80-ാം വയസ്സിൽ തൻ്റെ അഹന്തയും ശക്തിയും പൂർണ്ണമായി നുറുക്കപ്പെട്ട് ദൈവത്തിന് കീഴടങ്ങിയപ്പോൾ മോശയ്ക്ക് കേവലം ഒരു വടി ഉയർത്തുക മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഫറവോന്റെ വൻ സൈന്യം ചെങ്കടലിൽ അസ്തമിച്ചു. ഇതാണ് സ്വന്തം ശക്തിയും ദൈവത്തിന്റെ ശക്തിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ജീവിതത്തിലും ദൈവം ചിലപ്പോൾ നമ്മെ സാഹചര്യങ്ങളിലൂടെയും മനുഷ്യരുടെയും നുറുക്കാറുണ്ട്. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്ക് ഈ പരാജയങ്ങൾ? വേദപുസ്തക രഹസ്യം ഇതാണ്: പാറ അടിക്കുമ്പോഴാണ് വെള്ളം പുറപ്പെടുന്നത്. സുഗന്ധതലയത്തിന്റെ ഭരണി പൊട്ടുമ്പോഴാണ് വീട് മുഴുവൻ സൗരഭ്യം നിറയുന്നത്. കർത്താവിന്റെ കയ്യിലിരുന്ന അപ്പം നുറുക്കപ്പെട്ടപ്പോഴാണ് 5000 പേർക്ക് അത് തൃപ്തിയാവുന്നത്. ഒരു ചെറിയ ആറ്റം വിഘടിക്കുമ്പോൾ അതിൽ നിന്ന് നഗരങ്ങളെ പ്രകാശിപ്പിക്കാനുള്ള ഊർജം പുറത്തു വരുന്നു. അതുപോലെ നിങ്ങളുടെ പാണ്ഡിത്യത്തിലോ കഴിവിലോ അല്ല, മറിച്ച് നിങ്ങൾ ദൈവം മുമ്പാകെ എത്രത്തോളം നുറുക്കപ്പെടുന്നുവോ അത്രത്തോളം ദൈവിക ശക്തി നിങ്ങളുടെ പ്രവഹിക്കും. ദൈവം മോശയോട് 2 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കും, ഞാൻ നിങ്ങളെ കനാൻ ദേശത്ത് എത്തിക്കും. ഒന്നാമത്തെ വാഗ്ദാനം എല്ലാവരിലും നിറവേറി. എന്നാൽ രണ്ടാമത്തേത് യോശുവയിലും കാലേബിലും മാത്രമേ ഫലിച്ചുള്ളൂ. എന്തുകൊണ്ട്? ദൈവത്തിന്റെ വാഗ്ദാനവും നമ്മുടെ വിശ്വാസവും വൈദ്യുതി സ്വിച്ചിലെ 2 വയറുകൾ പോലെയാണ്. അവ തമ്മിൽ തൊടുമ്പോൾ മാത്രമേ ശക്തി പ്രവഹിക്കൂ. ദൈവം പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത്ഭുതങ്ങൾ ആരംഭിക്കുന്നു. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, എന്നെ തകർക്കാൻ ശ്രമിച്ചവരുടെ പ്രവൃത്തികൾ പോലും ദൈവം എൻ്റെ നന്മയ്ക്കായി മാറ്റി. നുറുക്കപ്പെടുവാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ലോകത്തിന് അനുഗ്രഹമാക്കുവാൻ ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. നമ്മുടെ പരാജയങ്ങളും വേദനകളും ദൈവം നമ്മെ നുറുക്കി പുതിയൊരു വ്യക്തിയാക്കി മാറ്റാനുള്ള വഴികളാണ്. ദൈവം മോശയെ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നത് അവർ വിശ്വസിക്കില്ല എന്ന മോശയുടെ പരാതിക്ക് ദൈവം നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. നിന്റെ കയ്യിൽ എന്താണുള്ളത്? ദൈവം എപ്പോഴും ആരംഭിക്കുന്നത് നമ്മുടെ പക്കലുള്ള സാധാരണ കാര്യങ്ങളിൽ നിന്നാണ്. ആടുകളെ മേയ്ക്കുന്ന ആ വടി മതിയായിരുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ. ഇവിടെ ദൈവം 3 അടയാളങ്ങൾ മോശയ്ക്ക് നൽകി. ഒന്നാമത്, വടി സർപ്പമായി മാറി. സാത്താൻ നമ്മുടെ വടി പോലെ അത്രയും അടുത്തുണ്ടെന്നും എന്നാൽ ഭയപ്പെടാതെ അവന്റെ വാലിൽ പിടിച്ചാൽ അവൻ നമുക്ക് അധികാരത്തിന്റെ വടിയായി മാറുമെന്നും ഇത് പഠിപ്പിക്കുന്നു. രണ്ടാമതായി, മോശയുടെ കയ്യിലുള്ള കുഷ്ഠം. നമ്മുടെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ലെന്നും ദൈവകൃപ കൂടാതെ നാം ഒന്നുമല്ലെന്നുമുള്ള തിരിച്ചറിവാണിത്. മൂന്നാമതായി, നൈൽ നദിയിലെ വെള്ളം രക്തമായി മാറിയത്. ലോകം നമുക്ക് ജീവൻ നൽകുന്ന വെള്ളം പോലെയല്ല, മറിച്ച് അറപ്പുളവാക്കുന്ന രക്തം പോലെയാകണം എന്ന ആത്മീയ സന്ദേശമാണിത്. ഫറവോന്റെ മുൻപിൽ നിൽക്കുന്നതിന് മുമ്പ് ദൈവം മോശയെ കൊല്ലാൻ ശ്രമിക്കുന്ന വിചിത്രമായ ഒരു സംഭവം നാം കാണുന്നു. കാരണം ലളിതമായിരുന്നു. തൻ്റെ കുടുംബത്തെ ശക്തിയായി നയിക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. സ്വന്തം കുടുംബത്തെ പരിപാലിക്കാൻ അറിയാത്തവൻ എങ്ങനെ ദൈവസഭയെ പരിപാലിക്കും? ദൈവം തൻ്റെ ദാസന്മാരിൽ നിന്ന് ചെറിയ കാര്യങ്ങളിൽ പോലും പൂർണ്ണമായ അനുസരണം പ്രതീക്ഷിക്കുന്നു. അസൂയ ഹറിക്കുന്ന കരുതലോടെ ദൈവം നിങ്ങളെ കാക്കണമെങ്കിൽ കൊച്ചു കാര്യങ്ങളിൽ പോലും അവിടുത്തെ ശാസനക്ക് നിങ്ങൾ കീഴ്പ്പെടണം. ഫറവോൻ എന്ന മൺകട്ടയെ ഭയപ്പെടാതെ ദൈവ സാന്നിധ്യം നിൽക്കുന്ന മോശയും ഏലിയാവിനെയും പോലെയാകാനാണ് ഇന്ത്യയിൽ ഇന്ന് ദൈവത്തിന് മനുഷ്യരുടെ ആവശ്യം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പ്രസംഗകരല്ല, ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുന്ന ചവറന്ന് ലോകം കരുതുന്ന ദാസന്മാരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ദൈവം നൽകിയ കൽപ്പന കുഞ്ഞാട് രക്തം വാതിൽ പുരട്ടാനായിരുന്നു. അത് നമ്മുടെ പ്രവൃത്തിയല്ല, മറിച്ച് ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള വിശ്വാസമാണ് നമ്മെ മരണദൂതനിൽ രക്ഷിക്കുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ സൽപ്രവർത്തികൾക്കായി ഒരുക്കപ്പെട്ടവരാണ്. ചെങ്കടൽക്കരയിൽ 4 പുറവും അടഞ്ഞ സാഹചര്യത്തിൽ ഇസ്രായേൽ മക്കൾക്ക് മുകളിലേക്ക് നോക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ദൈവം കടലിനെ പിളർന്ന് വഴിയൊരുക്കി. ചെങ്കടലിലെ കടന്നുപോക്കും മേഘത്തൂണും ജലസ്നാനത്തിനും പരിശുദ്ധാത്മ സ്നാനത്തിനും ചിത്രങ്ങളാണ്. ഈ ശക്തി ലഭിക്കുന്നത് വെറുമൊരു അനുഭവത്തിനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ മല്ലന്മാരായ കോപം, അസൂയ, ദുർമോഹം എന്നിവയെ ജയിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാനാണ്. നാം സേവിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ശത്രുക്കൾ ഇപ്പോൾ ചുറ്റുമില്ലുണ്ടാകാം, പക്ഷേ പരാജിതനായ സാത്താനെ നാം ഭയപ്പെടേണ്ടതില്ല. ദൈവത്തിന്റെ അനുവാദം കൂടാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. വിശ്വാസത്താൽ ഉത്തരം ലഭിക്കുന്നതിന് മുമ്പ് സ്തുതിക്കുന്നവരായി നമുക്ക് മാറാം. അങ്ങനെ മോശ ഫറവോന്റെ മുമ്പിൽ നിൽക്കുകയാണ്. 40 വർഷം മരുഭൂമിയിൽ കഴിഞ്ഞ മോശ ഇപ്പോൾ ഫറവോന്റെ മുമ്പിൽ നിൽക്കുന്നു. ഇതെത്ര ശ്രദ്ധേയമായ രംഗമാണ്. ഒരു കാലത്ത് ഇതേ കൊട്ടാരത്തിൽ രാജകുമാരനായി വളർന്ന മോശ ഇന്നൊരു ഇടയന്റെ വേഷത്തിൽ കയ്യിലൊരു വടിയുമായി ഇവിടെ നിൽക്കുന്നു. പക്ഷെ എന്തൊരു വ്യത്യാസം!
അന്ന് അവന് മിസ്രൈമിന്റെ എല്ലാ ജ്ഞാനവും ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം കൂടെയില്ലായിരുന്നു. ഇന്ന് അവന് ലൗകികമായി ഒന്നുമില്ല, പക്ഷെ ദൈവം അവന്റെ കൂടെയുണ്ട്. മോശ ശുദ്ധമായ മനസാക്ഷിയോടെ ഫറവോന്റെ മുമ്പിൽ നിൽക്കുന്നു. ദൈവിക അധികാരത്തോടെ അവൻ സംസാരിക്കുന്നു. എന്തുകൊണ്ട് ഈ ധൈര്യം? കാരണം ദൈവം മോശയുടെ വാക്കുകൾക്ക് പിന്നിൽ നിന്നു. ദൈവം തന്നെ മോശയോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, നീ സംസാരിക്കുക, ഞാൻ ചെയ്യും. ഇത് ഓർക്കുക, ദൈവം ആരെയെങ്കിലും അയക്കുമ്പോൾ ആ മനുഷ്യന് പേടിക്കേണ്ട കാര്യമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഫറവോന്റെ കയ്യിലായിരുന്നു, പക്ഷേ മോശ ഭയപ്പെട്ടില്ല. കാരണം ലോകത്തെ സൃഷ്ടിച്ച ദൈവം അവന്റെ കൂടെയുണ്ട്. ഇനി നമുക്ക് 10 ബാധകളിലേക്ക് വരാം. ഓരോ ബാധയും ഓരോ പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ദൈവം അയച്ചത്. മിസ്രൈമിൽ ആരാധിച്ചിരുന്ന ഓരോ ദേവന്മാരെയും ദൈവം ന്യായം വിധിക്കുകയായിരുന്നു. ഒന്നാമത്തെ ബാധ, നൈൽ നദി രക്തമായി മാറി. മിസ്രൈമ്യർ നൈൽ നദിയെ ഒരു ദേവനായി ആരാധിച്ചിരുന്നു. ഹാപ്പി എന്ന പേരിൽ അവർ നൈൽ നദിയെ പൂജിച്ചു. അവരുടെ ജീവിതത്തിന്റെ ആധാരം ആ നദിയായിരുന്നു. പക്ഷെ ദൈവം ആ നദിയെ രക്തമാക്കി. മത്സ്യങ്ങൾ ചത്തു, വെള്ളം കുടിക്കാൻ പറ്റാതെയായി. അവരുടെ ദേവനെ അവർ രക്ഷിക്കാൻ കഴിയാതെ പോയി. രണ്ടാമത്തെ ബാധ, തവളകൾ മിസ്രൈമിൽ നിറഞ്ഞു. ഹെക്കത്ത് എന്ന തവള ദേവതയെ മിസ്രൈമിൽ ആരാധിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ തവളകൾ അവരുടെ വീടുകളിൽ, കിടക്കകളിൽ, അടുക്കളകളിൽ എല്ലായിടത്തും അവർ ആരാധിച്ചിരുന്നത് അവർക്ക് ശാപമായി മാറി. മൂന്നാമത്തെ ബാധ, പൊടി പേനായി മാറി. ഗബ് എന്ന ഭൂമിദേവനെയും ദൈവം ന്യായം വിധിച്ചു. മിസ്രൈമിലെ പൊടി മുഴുവൻ പേനായി മാറി. മനുഷ്യരിലും മൃഗങ്ങളിലും പേൻ പറ്റി. ഈ ബാധയാണ് മന്ത്രവാദികൾക്ക് അനുകരിക്കാൻ കഴിയാതെ പോയത്. നാലാമത്തെ ബാധ, നായീച്ചകളുടെ കൂട്ടം വന്നു. ഗപ്രി എന്ന വണ്ട് ദേവനെ ദൈവം ന്യായം വിധിച്ചു. നായീച്ചകൾ മിസ്രൈമിൽ നിറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക, ഇസ്രായേൽ മക്കൾ പാർത്തിരുന്ന ഗോശേൻ ദേശത്ത് ഒരു നായീച്ച പോലും ഇല്ലായിരുന്നു. ദൈവം തന്റെ ജനത്തിനും ലോകത്തിനും ഇടയിൽ വേർതിരിവ് വെച്ചു. അഞ്ചാമത്തെ ബാധ, മിസ്രൈമിയുടെ കന്നുകാലികൾ ചത്തു. ഹാത്തോർ എന്ന പശുദേവതയും ആപ്പീസ് എന്ന കാളദേവനെയും ദൈവം ന്യായം വിധിച്ചു. മിസ്രൈമിയുടെ കുതിരകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, കന്നുകാലികൾ, ആടുകൾ എല്ലാം ചത്തു. പക്ഷേ ഇസ്രായേലിയുടെ മൃഗങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല. ആറാമത്തെ ബാധ, മനുഷ്യരിലും മൃഗങ്ങളിലും പരുക്കൾ പൊട്ടി. ദൈവം മോശയോട് അടുപ്പിലെ ചാരമെടുത്ത് ആകാശത്തേക്ക് വിതറാൻ പറഞ്ഞു. അത് മിസ്രൈമിൽ മുഴുവൻ പൊടിയായി പരന്ന് എല്ലാവരിലും പരുക്കളായി മാറി. മന്ത്രവാദികൾക്ക് പരുക്കൾ നിമിത്തം മോശയുടെ മുമ്പിൽ നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. ഇസിസ് എന്ന രോഗശമന ദേവതയ്ക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല. ഏഴാമത്തെ ബാധ, കന്മഴ അഥവാ ആലിപ്പഴ മഴ വന്നു. നട്ടെന്ന ആകാശദേവതയെ ദൈവം ന്യായം വിധിച്ചു. മിസ്രൈമിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു കന്മഴ ഉണ്ടായിട്ടില്ല. വയലിലുണ്ടായിരുന്ന എല്ലാം, മനുഷ്യരും മൃഗങ്ങളും വിളകളും നശിച്ചു. പക്ഷെ ഗോശേൻ ദേശത്ത് ഒരാലിപ്പഴം പോലും വീണില്ല. എട്ടാമത്തെ ബാധ, വെട്ടുക്കിളികൾ വന്നു. കന്മഴയിൽ നിന്ന് രക്ഷപ്പെട്ട വിളകളെ വെട്ടുക്കിളികൾ തിന്നുകളഞ്ഞു. ഒരു പച്ചില പോലും ശേഷിച്ചില്ല. സെറാപ്പിസ് എന്ന വെട്ടുകളിൽ നിന്ന് രക്ഷിക്കുന്ന ദേവനെ ദൈവം ന്യായം വിധിച്ചു. ഒമ്പതാമത്തെ ബാധ, 3 ദിവസം കൂരിട്ട് വന്നു. മിസ്രൈമ്യർ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന റാ അഥവാ സൂര്യദേവനെ ദൈവം ന്യായം വിധിച്ചു. 3 ദിവസം ഇരുട്ട്, ആർക്കും എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇസ്രായേൽ മക്കൾ പാർത്തിരുന്ന സ്ഥലത്ത് വെളിച്ചമുണ്ടായിരുന്നു. എന്തൊരു വേർതിരിവ്! 10ാമത്തെ ബാധ, ഏറ്റവും ഭയങ്കരമായ ബാധ, ആദ്യജാതന്മാരുടെ മരണം. ഫറവോൻ തന്നെ ഒരു ദേവനായി കരുതപ്പെട്ടിരുന്നു. അവന്റെ ആദ്യജാതൻ അടുത്ത ദേവനാകുന്നുണ്ട്. പക്ഷെ ആ രാത്രിയിൽ ഫറവോന്റെ ആദ്യജാതൻ മുതൽ തടവുകാരന്റെ ആദ്യജാതൻ വരെ എല്ലാ ആദ്യജാതന്മാരും മരിച്ചു. മിസ്രൈമിൽ കരച്ചിലുയർന്നു. ഓരോ ബാധയിലും ദൈവം ഒരു കാര്യം തെളിയിച്ചു: മിസ്രൈമിന്റെ ദേവന്മാർ ദേവന്മാരല്ല, യഹോവ മാത്രമാണ് ദൈവം. പുറപ്പാട് 12:12 ദൈവം തന്നെ പറയുന്നു, മിസ്രൈമിലെ സകല ദേവന്മാരുടെ മേൽ ഞാൻ ന്യായവിധി നടത്തും, ഞാൻ യഹോവയാകുന്നു. ഇനി നമുക്ക് ഈ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. മിസ്രൈമിലെ മന്ത്രവാദികൾ. ഫറവോൻ തന്റെ മന്ത്രവാദികളെ വിളിച്ചു. അവർ ആരായിരുന്നു? മിസ്രൈമിലെ മതത്തിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ, പുരോഹിതന്മാർ, പണ്ഡിതന്മാർ, സർക്കാർ അംഗീകാരമുള്ളവർ, ബിരുദങ്ങളും സ്ഥാനമാനങ്ങളുമുള്ളവർ. മോശ വടി നിലത്തിട്ടു, അത് സർപ്പമായി. മന്ത്രവാദികളും അവരുടെ വടികളിട്ടു, അവയും സർപ്പങ്ങളായി. അവർക്ക് അനുകരിക്കാൻ കഴിഞ്ഞു. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. മോശയുടെ സർപ്പം അവരുടെ എല്ലാ സർപ്പങ്ങളെയും വിഴുങ്ങിക്കളഞ്ഞു. ദൈവത്തിന്റെ ശക്തി സാത്താന്റെ ശക്തിയെ അതിജീവിച്ചു. മോശ നൈലിനെ രക്തമാക്കി. മന്ത്രവാദികളും ചെറിയ അളവിൽ വെള്ളം രക്തമാക്കി. അവർക്ക് അനുകരിക്കാൻ കഴിഞ്ഞു. മോശ തവളകളെ വരുത്തി. മന്ത്രവാദികളും തവളകളെ വരുത്തി. അവർക്ക് ഇതും അനുകരിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. മന്ത്രവാദികൾക്ക് ബാധകൾ വരുത്താൻ കഴിഞ്ഞു, പക്ഷെ അവർ മാറ്റാൻ കഴിഞ്ഞില്ല. അവർക്ക് രക്തത്തെ വെള്ളമാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് തവളകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. നാശം വരുത്താൻ അവർക്ക് കഴിഞ്ഞു, പക്ഷെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത് സാത്താന്റെ ശക്തിയുടെ സ്വഭാവമാണ്. അവനെ നശിപ്പിക്കാൻ കഴിയും, പക്ഷെ രക്ഷിക്കാൻ കഴിയില്ല. പിന്നെ വന്നു 3ാമത്തെ ബാധ, പേൻ. മോശ വടിയെടുത്ത് നിലത്തടിച്ചു. പൊടി പേനായി മാറി.
മന്ത്രവാദികൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. പുറപ്പാട് 8:18 വ്യക്തമായി എഴുതിയിരിക്കുന്നു, മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേന വരുത്തുവാൻ അങ്ങനെ തന്നെ ചെയ്തു, അവർക്ക് കഴിഞ്ഞില്ല താനും. ഇവിടെയാണ് സാത്താന്റെ അനുകരണത്തിന്റെ പരിധി വെളിപ്പെടുന്നത്. സാത്താന് ചിലത് ചെയ്യാൻ കഴിയും, പക്ഷേ എല്ലാം കഴിയില്ല. അവന് ദൈവത്തെ അനുകരിക്കാൻ കഴിയും, പക്ഷെ ദൈവത്തെ മറികടക്കാൻ കഴിയില്ല. അവന്റെ ശക്തികൾക്ക് ഒരു പരിധിയുണ്ട്. മന്ത്രവാദികൾക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർ ഫറവോനോട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ വിരലാകുന്നു. ദൈവത്തിന്റെ ശത്രുക്കൾ പോലും ദൈവത്തിന്റെ ശക്തി അംഗീകരിക്കേണ്ടി വന്നു. ഇതെപ്പോഴും സംഭവിക്കും. ദൈവം തന്റെ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ ശത്രുക്കൾ പോലും മുട്ടുമടക്കേണ്ടി വരും. 6ാമത്തെ ബാധയുടെ സമയമായപ്പോൾ മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പിൽ നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. പരിക്കൾ നിമിത്തം അവർ ലജ്ജിതരായി മാറി നിന്നു. മോശയെ എതിർക്കാൻ വന്നവർ മോശയുടെ മുമ്പിൽ നിൽക്കാൻ പോലും കഴിയാതെ പിൻവാങ്ങേണ്ടി വന്നു. ഈ മന്ത്രവാദികളുടെ പേരുകൾ പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ യഹൂദ പാരമ്പര്യം അവരുടെ പേരുകൾ സൂക്ഷിച്ചു വെച്ചു, യന്നേസും യംബ്രേസും. പൗലോസ് അപ്പോസ്തലൻ 2 തിമോഥെയോസ് ലേഖനത്തിൽ ഈ പേരുകൾ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇത് വെറും ചരിത്രമായി പറയുന്നല്ല, അദ്ദേഹം ഇത് പറയുന്നത് ഒരു പ്രവചനമായിട്ടാണ്. 2 തിമോഥെയോസ് 3:5 പൗലോസ് എഴുതുന്നു, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തി ത്യജിക്കുന്നവരുണ്ടാകും, അവരെ വിട്ടൊഴിഞ്ഞുകൊള്ളുക. തുടർന്ന് 8ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, യന്നേസും യംബ്രേസും മോശയോട് എതിർത്തതുപോലെ ഇവരും സത്യത്തോട് എതിർക്കുന്നു. ഇവർ ബുദ്ധിഭ്രഷ്ടരും വിശ്വാസസംബന്ധമായി കൊള്ളരുതാത്തവരുമാകുന്നു. ഇവിടെ പൗലോസ് എന്താണ് പറയുന്നത്? എല്ലാ കാലഘട്ടത്തിലും ദൈവം തന്റെ ദാസന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ മതത്തിന്റെ ആളുകൾ അവരെ എതിർക്കും. മോശ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു പാറ്റേൺ ആണ്. എല്ലാ കാലത്തും ആവർത്തിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ചരിത്രത്തിലൂടെ നോക്കുക. ഏലിയാവ് ദൈവപുരുഷനായി വന്നപ്പോൾ ബാൽ പ്രവാചകന്മാർ അവനെ എതിർത്തു. 450 ബാൽ പ്രവാചകന്മാരും 400 അശേര പ്രവാചകന്മാരും ഒരു മനുഷ്യനെ എതിർത്തു. പക്ഷെ ദൈവം ഏലിയാവിനെ നീതീകരിച്ചു. കർമ്മേൽ മലയിൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി. യിരെമ്യാവ് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ കള്ളപ്രവാചകന്മാർ അവനെ എതിർത്തു. ഹനന്യാവ് എന്ന് പറഞ്ഞു, ദൈവം ഇങ്ങനെ പറയുന്നില്ല. പക്ഷെ ആര് ശരിയായിരുന്നു? യിരെമ്യാവ്. ഹനന്യാവ് അതേ വർഷം മരിച്ചു. യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ പരീശന്മാരും സദൂക്യരും അവനെ എതിർത്തു. അവർ ചോദിച്ചു, നീ ആരാണ്? ഏത് അധികാരത്തിൽ നീ ചെയ്യുന്നു? പക്ഷെ യോഹന്നാൻ മശീഹയുടെ വഴിയൊരുക്കി. ദൈവം അവനെ നീതീകരിച്ചു. യേശുക്രിസ്തു തന്നെ വന്നപ്പോൾ മതനേതാക്കാർ അവനെ എതിർത്തു. പരീശന്മാർ, സദൂക്യർ, ശാസ്ത്രിമാർ, മഹാപുരോഹിതന്മാർ എല്ലാവരും. അവർ പറഞ്ഞു, ഈ മനുഷ്യൻ ബീബൽസൂബിന്റെ ശക്തിയിലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. പക്ഷെ ദൈവം യേശുവിനെ നീതീകരിച്ചു, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു, തന്റെ വലതു ഭാഗത്തിരുത്തി. പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ യഹൂദ മത നേതാക്കൾ എവിടെ പോയാലും അവനെ പിന്തുടർന്നു നിർത്തും. അന്തോക്യയിൽ, ഇക്കോന്യയിൽ, ലുസ്ത്രയിൽ, തെസ്സലോനിക്കയിൽ, എല്ലായിടത്തും. പക്ഷെ പൗലോസ് തളർന്നില്ല. അവൻ തന്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇതൊരു പാറ്റേൺ ആണ്. എല്ലാ കാലഘട്ടത്തിലും ഇത് സംഭവിച്ചു, ഇപ്പോഴും സംഭവിക്കുന്നു, അന്ത്യകാലത്ത് കൂടുതലായി സംഭവിക്കും. ഇത് ഇന്നും നമുക്ക് ചുറ്റും സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. പൗലോസ് പറഞ്ഞു, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തി ത്യജിക്കുന്നവരുണ്ടാകും. ഈ ആളുകൾ ആരാണ്? അവർക്ക് ഭക്തിയുടെ വേഷമുണ്ട്. അവർ മതപരമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു. അവർ മതപരമായ പദവികൾ സ്വീകരിക്കുന്നു. അവർ മതപരമായ ചടങ്ങുകൾ നടത്തുന്നു. അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുണ്ട്. ദൈവശാസ്ത്ര പരിശീലനമുണ്ട്. ഔദ്യോഗിക നാമങ്ങളും സ്ഥാനമാനങ്ങളുമുണ്ട്. പക്ഷെ അവർക്ക് ഭക്തിയുടെ ശക്തിയില്ല, ദൈവിക അധികാരമില്ല, ആത്മാവിന്റെ അഭിഷേകമില്ല, ദൈവ സാന്നിധ്യമില്ല. അവർക്ക് ദൈവത്തെ അറിയില്ല. അവർ ദൈവത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അവർ വേദപുസ്തകം പഠിച്ചിട്ടുണ്ട്, പക്ഷെ വേദപുസ്തകത്തിന്റെ ദൈവവുമായി ബന്ധമില്ല. ഈ ആളുകൾ എന്ത് ചെയ്യുന്നു? ദൈവം ഒരു യഥാർത്ഥ പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവർ അവനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നു. എന്തുകൊണ്ട്? കാരണം ആ പ്രവാചകൻ സന്ദേശം അവരുടെ സ്ഥാനമാനങ്ങളെ ഭീഷണിയാണ്. ആ പ്രവാചകന്റെ ജീവിതം അവരുടെ കാപട്യം വെളിപ്പെടുത്തുന്നു. ആ പ്രവാചകന്റെ ശക്തി അവരുടെ ശക്തിഹീനത തുറന്നു കാട്ടുന്നു. പ്രസംഗം ഒരു തൊഴിലായി സ്വീകരിച്ചവരുണ്ട്. അവർ ജീവിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നു. അവർക്ക് ദൈവവിളിയില്ല, ഒരു ജോലി മാത്രമാണിത്. ഇത്തരക്കാർ ദൈവം എഴുന്നേൽപ്പിക്കുന്ന പ്രവാചകരെ കണ്ടാൽ ഭയപ്പെടുന്നു. കാരണം ആ പ്രവാചകൻ വരുമ്പോൾ ജനം സത്യം കാണും. അവരുടെ കാപട്യം വെളിച്ചത്താകും. അവരുടെ ശക്തിഹീനത പ്രകടമാകും. അതുകൊണ്ട് അവർ എതിർക്കുന്നു. അവർ അപവാദം പറയുന്നു. അവർ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നു. അവർ സ്ഥാപിത മതത്തിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രവാചകനെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് മനോഹരമായ സത്യം. അവരുടെ ആക്രമണം കൊണ്ടൊന്നും പ്രവാചകന്റെ സന്ദേശത്തിന് തെല്ലും മാറ്റം വരുന്നില്ല. സത്യം സത്യമായി നിലനിൽക്കുന്നു. ദൈവവചനം ദൈവവചനമായി നിലനിൽക്കുന്നു. മോശയെ എതിർത്ത മന്ത്രവാദികൾക്ക് എന്ത് സംഭവിച്ചു? അവർ ലജ്ജിതരായി. അവർ പിൻവാങ്ങി. അവർക്ക് മോശയുടെ മുമ്പിൽ നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. 2 തിമോഥെയോസ് 3:9 പൗലോസ് പറയുന്നു, എന്നാൽ അവർ അധികം മുന്നോട്ട് പോകുകയില്ല. അവരുടെ ഭോഷത്വം എല്ലാവർക്കും വെളിപ്പെടും, മേൽപ്പറഞ്ഞവരുടെ ഭോഷത്വം വെളിപ്പെട്ടതുപോലെ. വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവം തന്റെ പ്രവാചകന്മാരെ നീതീകരിക്കുന്നു. മോശ ഇന്ന് ആരാൽ ഓർക്കപ്പെടുന്നു?
ദൈവപുരുഷനായി. എന്നേസും എംബ്രസും ആരാൽ ഓർക്കപ്പെടുന്നു? സത്യത്തെ എതിർത്തവരായി. ചരിത്രം ദൈവത്തിൻ്റെ പക്ഷത്താണ്, സമയം ദൈവത്തിൻ്റെ പക്ഷത്താണ്, നിത്യത ദൈവത്തിൻ്റെ പക്ഷത്താണ്. ഏലിയാവിനെ എതിർത്ത ബാൽ പ്രവാചകന്മാർക്ക് എന്ത് സംഭവിച്ചു? കീശ നദിക്കെതിരെ അറുക്കപ്പെട്ടു. ഇരമ്യാവിനെ എതിർത്ത ഹനന്യാവിന് എന്ത് സംഭവിച്ചു? അതേ വർഷം മരിച്ചു. യേശുവിനെ എതിർത്ത മതനേതാക്കൾക്ക് എന്ത് സംഭവിച്ചു? AD 70 റോമാ സൈന്യം യെരുശലേം നശിപ്പിച്ചു. ദൈവം തൻ്റെ ദാസന്മാരെ എപ്പോഴും നീതീകരിക്കും. ഇന്നവർ പീഡിക്കപ്പെട്ടേക്കാം, ഇന്നവർ എതിർക്കപ്പെട്ടേക്കാം, ഇന്നവർ തള്ളപ്പെട്ടേക്കാം. പക്ഷെ ദൈവം അവരെ ഉയർത്തും, ദൈവം അവരെ സാക്ഷ്യപ്പെടുത്തും, ദൈവം അവരെ നീതീകരിക്കും. ഇനി ഒരു പ്രായോഗിക ചോദ്യം: നിങ്ങളൊരു ദൈവപുരുഷൻ അല്ലെങ്കിൽ ദൈവ സ്ത്രീ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനിയൊരു പ്രായോഗിക ചോദ്യം: നിങ്ങളൊരു ദൈവപുരുഷൻ അല്ലെങ്കിൽ ദൈവ സ്ത്രീ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമത്, ദൈവത്തെ അറിയുക. ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നതല്ല, ദൈവത്തെ അറിയുന്നതാണ് പ്രാധാന്യം. മോശ ദൈവത്തെ അറിഞ്ഞു, മുൾപ്പടർപ്പിൽ ദൈവത്തെ കണ്ടു, ദൈവവുമായി സംസാരിച്ചു, ദൈവ സാന്നിധ്യത്തിൽ 40 ദിവസം ചെലവഴിച്ചു. ഈ അറിവാണ് അവന് ധൈര്യം നൽകിയത്. രണ്ടാമത്, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മെ കാണുന്നതല്ല, നമ്മോടൊപ്പം നിരന്തരം ഇരിക്കുന്നതാണ്. മോശ ദൈവത്തോട് പറഞ്ഞു, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകരുത്. ദൈവ സാന്നിധ്യമില്ലാതെ ഒന്നും വേണ്ട എന്നവൻ പറഞ്ഞു. മൂന്നാമത്, ദൈവത്തെ ഭയപ്പെടുക. മനുഷ്യരല്ല, ദൈവത്തെ ഭയപ്പെടുക. സ്ഥാപിത മതങ്ങളെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കരുത്. മനുഷ്യരുടെ അംഗീകാരം തേടരുത്. ചട്ടക്കൂടുകൾക്ക് വഴങ്ങരുത്. ദൈവം എന്ത് പറയുന്നു എന്നത് മാത്രം നോക്കുക. നാലാമത്, സത്യം പറയുക. ജനപ്രിയമല്ലെങ്കിലും സത്യം പറയുക. എതിർപ്പുണ്ടായാലും സത്യം പറയുക. പ്രയാസം വന്നാലും സത്യം പറയുക. മോശ ഫറവോന് ഇഷ്ടമുള്ളത് പറഞ്ഞില്ല, ദൈവം പറഞ്ഞത് പറഞ്ഞു. ഏറ്റവും പ്രധാനമായി ദൈവത്തെ അറിയുന്നതാണ് നമുക്ക് ആവശ്യമുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യം. ഡിഗ്രികൾ നേടാം, പദവികൾ നേടാം, സ്ഥാനമാനങ്ങൾ നേടാം. പക്ഷെ ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ എല്ലാം വ്യർത്ഥം. ഇന്ന് ലോകത്തിൽ പലതരം മനുഷ്യരുണ്ട്. പദവികളുള്ളവർ, ബിരുദങ്ങളുള്ളവർ, സ്ഥാനമാനങ്ങളുള്ളവർ, പ്രശസ്തിയുള്ളവർ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആരെയാണ് നാം ബഹുമാനിക്കേണ്ടത്? ഞാൻ ബഹുമാനിക്കുന്നത് വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് തെളിയിക്കുന്ന ഒരു മനുഷ്യനെ മാത്രം. അവൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പ്രശ്നമില്ല. അവന് ഔദ്യോഗിക നാമങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പ്രശ്നമില്ല. അവൻ ദൈവത്തെ അറിയുന്നുണ്ടോ? അവൻ ദൈവസ്ഥാനത്തിൽ ജീവിക്കുന്നുണ്ടോ? അവൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നാണോ? അവൻ്റെ ജീവിതത്തിൽ ദൈവഭയം പ്രകടമായിരിക്കും. നിങ്ങൾ ഏത് കൂട്ടത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു? ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയില്ലാതെ, അതോ ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ച് ദൈവിക അധികാരത്തോടെ? കർത്താവെ, ഭക്തിയുടെ വേഷം മാത്രമല്ല, അതിൻ്റെ ശക്തിയും എനിക്ക് നൽകണമേ. മനുഷ്യരെയല്ല, നിന്നെ മാത്രം പ്രസാദിപ്പിക്കുന്നവനാകണമേ. നിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാനും നിന്റെ വഴികൾ അറിയുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.